തൂറിക്കാൻ കൊണ്ടുവന്നു. യാത്ര നടക്കിറങ്ങിയതേ ഒന്ന് മാറി കിടക്കാം. ഗവൺമെന്റ് അവിടെ എങ്ങനെ നിൽക്കുമായിരിക്കും പകല്. വോയിസ് ഡെലിവറി ഇതാണ് അത്രേ. ഇതിനെ പറ്റി പറ, കുതിര പോലീസിനെ പറ്റി പറ. എന്റെ ക്ലാസ് എടു. ആ മുനീബ് പോയല്ലേ എന്തുവാണ് പ്രത്യേകത ഈ കുതിരയുടെ കണ്ണിന് ഇത് വെച്ചിട്ടില്ല. സാധാരണ നമ്മള് ബീച്ചിലൊക്കെ കഴിക്കുന്ന കുതിരയുടെ കണ്ടിട്ടുണ്ടോ? രണ്ട് കണ്ണ് ഇങ്ങനെ മറച്ചു വെച്ച്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? എന്ന് വെച്ചാൽ ആ കുതിര ഓടിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ കുതിര ഓടിപ്പോയാൽ കുഴപ്പമില്ലേ? ഈ കുതിര പോലീസിന്റെ കുതിര ആയതുകൊണ്ട് സർക്കാർ പക്ഷെ ആ കുതിരയുടെ കൊളമ്പിന്റെ അത് മാത്രല്ലേ ഈ കുതിരയുടെ കാലിലെല്ലാം വെള്ള കളർ എന്താളിയാ നോക്ക്. വാലിയുണ്ട്, മുട്ടറ്റം വരെ ഉണ്ട്, തറയറ്റം വരെ ഉണ്ട് അതിന്റെ വാലി. അത് മറ്റേ ഇതാണ് നീലബൃങ്കാതി. പക്ഷെ നമ്മളാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട്. ആ കുതിരയുടെ കാലിന്റെ അടിയിൽ ലാടം വെച്ചിട്ടുണ്ട്. ലാടം എന്ന് പറയുന്നത് ഒരു സാധനം നമ്മള് ഈ മെറ്റലിന്റെ ഒരു സാധനം വെച്ച് അടിക്കും. അത് സ്പീഡിൽ ഓടിപ്പോയിരിക്കാനാണ് അടിക്കുന്നതെന്നാണ് പറയുന്നത്. അത് വാദം വരാതിരിക്കാനാണ് എന്തോ അങ്ങനെ. അപ്പൊ അത് പോസിറ്റീവ് ആണല്ലേ. പക്ഷെ എനിക്ക് ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. പണ്ട് നമ്മളവിടെ നമ്മളാണെങ്കിലേ സ്ഥലത്തെത്തി. നമ്മളാണെങ്കിൽ പണ്ട് ഈ കാളവണ്ടിയൊക്കെ കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയൊക്കെ ഫീൽ ചെയ്യും. ഇപ്പോഴും നമ്മള് ഈ സിനിമയിലൊക്കെ കാളവണ്ടിയൊക്കെ കാണിക്കുമല്ലേ, അപ്പൊ ഭയങ്കര നൊസ്റ്റാൾജിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യൂലേ. പക്ഷെ നിങ്ങൾ ആ കാളകളുടെ കാര്യം ഓർമ്മിച്ചിട്ടുണ്ടോ? ഞാൻ പണ്ട് കണ്ടിട്ടുള്ള എല്ലാ കാളവണ്ടിയിലും ഇനി കാള കരയണതാണ് കറുത്തിറന്നിട്ട് ഇങ്ങനെ കണ്ണീരിങ്ങനെ വന്നിരിക്കും. അപ്പൊ നമുക്കത് നൊസ്റ്റാൾജി ആണെങ്കിലും കാളയെ സംബന്ധിച്ചിടത്തോളം പണ്ട് നമ്മളവിടെ കുന്നാട്ടില് സ്ഥിരം നമ്മുടെ താഴെ ഇതുണ്ടല്ലേ കരി ഇതുണ്ടല്ലേ, അതിന് ആ കാള അവിടെ നിന്ന് ഇങ്ങനെ ആ തടിയും കരിയും വലിച്ച് കയറ്റി പോകൊണ്ട് ആ ഇങ്ങനെ കയറി വരും. നമ്മളൊക്കെ അതിന്റെ പുറത്ത് പോയി അതിന്റെ ബാക്കിൽ തൂങ്ങും. പക്ഷെ ആ കാളയെ സംബന്ധിച്ചിടത്തോളം എന്ത് വിഷമകരമായ അവസ്ഥയായിരുന്നു എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. ഇപ്പോഴും നമ്മൾ ഈ സിനിമയിലൊക്കെ നമ്മൾ എന്താണ് ഭയങ്കര നൊസ്റ്റാൾജി ആയിട്ടില്ലേ കാള വണ്ടി. പക്ഷെ അത് പറയുമ്പോ കാളയെ കുറിച്ച് പറയുമ്പോ അതിന്റെ പോത്ത് എന്ന് ഞായറാഴ്ച അറക്കണ പോത്തിന്റെ അത് പറ്റൂല. എനിക്ക് അറക്കാണെങ്കിൽ നിങ്ങൾ അറക്കൊണ്ടാണ് കഴിക്കണം. ഇത് ശരിയാവില്ല, വലിയ ഇതാണ്. അപ്പൊ ഇതിനെ കുറിച്ചാണ് നമുക്ക് വിഷയമല്ല